സാറേ മിഥുൻ്റെ അച്ഛൻ. നമസ്കാരം. കിടന്നോ കിടന്നോ. വേദനയുണ്ടോ? നമ്മുടെ ആളുകളുടെ കുത്തായോണ്ട് വേദന തീരെയില്ല സാറേ. സാറിന് മുനമ്പം ബോട്ട് ആക്സിഡൻ്റ് ഓർമ്മയുണ്ടോ? കുറച്ചു കാലം മുമ്പാണ്. 32 പേര് മരിച്ചു. അതിൽ 6 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ ബോട്ടിൻ്റെ സ്രാങ്ക് സെലവും രക്ഷപ്പെടുത്തി. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി നോക്കി. ആ കുഞ്ഞിന് എന്തായി എന്നറിയാൻ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ബന്ധുക്കൾ ആരും ഏറ്റെടുക്കാൻ വന്നില്ല. ഒറ്റക്കിട്ടിട്ട് പോവാൻ തോന്നില്ല ഏട്ടാ. അങ്ങനെ ഞാൻ അവനെടുത്ത് ഈ സ്വന്തം ചോരെന്ന് പറയരുതല്ലേ, വലിയ കാര്യമൊന്നുമില്ല ചേട്ടാ. ഇവനിപ്പോ എന്ന് ചോരയൊന്നുമില്ലല്ലോ. എന്നിട്ടും സംഘപടി. ആ പ്രായത്തിൽ തന്നെ ഞാൻ മരണം മുന്നിൽ കണ്ടു തുടങ്ങിയതാ സാറേ. പെട്ടെന്ന് ഒടുങ്ങൂല. നിന്റെ കഥയൊക്കെ കൊള്ളാം. കാണിച്ചത് ഫൗളായി പോയില്ലേ? നമ്മൾ ഭരിക്കുമ്പോൾ നമുക്കെതിരെ ഒരു സമരം നയിച്ചതേ. ഈ തമ്മിത്തല്ല് നാട്ടുകാരറിഞ്ഞാൽ പാർട്ടിക്കാ നാണക്കേട്. ഇന്നലെ നമ്മളും ഹിന്ദുസ്ഥാൻ ടെക്സ്റ്റൈൽസുമായി ഒരു ധാരണയിലെത്തി. നീ കോളനിക്കാരെ പറ്റിച്ച് കമ്പനിയിൽ നിന്ന് കാശ് വാങ്ങിച്ചതാണെന്ന് കമ്പനിക്കാരെ കൊണ്ട് തന്നെ നമ്മൾ പറയിപ്പിച്ചു. കോളനിക്കാർക്ക് മുൻപുണ്ടായിരുന്നത് കൂടാതെ പുതിയ വാഗ്ദാനങ്ങളും കൊടുത്തു. ജനങ്ങളെ കൂടെ നിർത്തണ്ടേ? ഇനി കോളനിക്കാർ നിന്നെ വെറുതെ വിടൂല്ല. പാർട്ടി അണികൾ വിളയിരിക്കുക, പ്രശ്നമുണ്ടാകും. കൊള്ളാം സാറേ. പാർട്ടിക്ക് കയ്യടി, കളി ഗംഭീരം. പക്ഷേ അപ്പോഴും ജയിച്ചത് ഞാനല്ലേ സാറേ? കമ്പനിയുടെ വരൂല്ലേ? എനിക്കിഷ്ടപ്പെട്ടു നിന്നെ. പക്ഷേ പാളിപ്പോയില്ലേടാ. കുറച്ച് നാൾ മാറി നിൽക്ക്. ഞാൻ തന്നെ നിന്നെ ഇവിടെ തിരികെ കൊണ്ടുവരും. എനിക്ക് നിന്നെ വേണോടാ. എല്ലാവരും ജയിച്ച്, കമ്പനി, പാർട്ടി, കോളനി കൊള്ളാം. പക്ഷേ ഞാനൊന്ന് വാ തുറന്ന പാർട്ടി നോർവില്ല സാറേ. നീ വാ തുറക്കരുത്. അതിലെനിക്കെന്താ മെച്ചം? അതെടി, നിനക്കെന്ത് വേണം? നീ ആലോചിച്ചിട്ട് പറയേ. സാറേ, എനിക്കൊരു സർക്കാർ ജോലി കിട്ടുമോ? എന്ത് ചെയ്യണം? ചെറുക്കന് ചിരമുറ്റ. കുറച്ചു കാലം അവനെ വനവാസത്തിന് വിടേണ്ടി വരും. നടരാജൻ സാറോട് ഡീല്, അതും നേരിട്ട്. നീ ആൾ കൊള്ളാല്ല. ഞങ്ങൾ വിചാരിച്ച് നിനക്ക് PS വഴിയാ ജോലി കിട്ടിയെന്ന്. അപ്പനെ പറ്റിക്കാൻ ടെസ്റ്റ് എഴുതുന്നല്ലാതെ എവിടെ പാസ്സാവാൻ? എന്നെ ദൂരെ ഒതുക്കാൻ വേണ്ടി പാട്ട് കണ്ടുപിടിച്ച പണിയാടാ ഈ ഫോറസ്റ്റ് ജോലി. പറയടാ നിന്റെ സീക്രട്ട്. എനിക്കെന്ത് സീക്രട്ടാടാ? നിനക്കറിയാവുന്നതല്ലല്ലോ. എന്നാലും എന്തെങ്കിലുമൊക്കെ ഇല്ലായിരിക്കുമോ? നീ പറ. ഒന്നുമില്ലടാ. എങ്കിൽ ഞാൻ പറയട്ടെ നിന്റെ ഒരു സീക്രട്ട്. അന്ന് രാത്രി ബീച്ചിൽ 12 വെട്ടുണ്ടായിരുന്നു. അതിലൊന്നും പെടാത്ത ഒരു കുത്തുണ്ടായിരുന്നു. പിന്നീന്ന് നൊന്തിട്ടാ. എനിക്കറിയാടാ, അന്ന് നീ അവർക്ക് എന്നെ കൊണ്ട് ഇട്ടുകൊടുത്താന്ന്. എടാ, നീ എന്താ പറഞ്ഞ? ഇവനാ?
സംസാരിക്കാടാ. പണ്ട് ഞാൻ നിൻ്റെ വീട്ടിൽ വരുന്നൊന്നും നിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. കോളനി പയ്യനല്ലേ. പക്ഷെ നീ എനിക്ക് വേണ്ടി അമ്മയോട് അടി കൂടുമായിരുന്നു. അന്ന് എനിക്ക് നീ തന്ന ഫീൽ വേറെയാടാ. എനിക്കറിയാടാ നീ എന്നെക്കാളും മിടുക്കനാണെന്ന്. എനിക്ക് കിട്ടിയ പലതും നിനക്ക് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ ഒപ്പം കോളനിയും സമുദായവും ഒക്കെ ഉണ്ടായിരുന്നു. കോളനി സമരത്തിൽ എൻ്റെ ചുറ്റും പുതിയ ആൾക്കാർ വന്നപ്പോൾ നിൻ്റെ അടുത്തുനിന്ന് ഞാൻ അകന്നു പോയതായിട്ട് നിനക്ക് തോന്നി. കോളനിക്കാരുടെ പെരുമാറ്റത്തിൽ നീ ഒറ്റപ്പെട്ടിട്ടുണ്ട്. എന്തിന് നീ ഇഷ്ടപ്പെട്ട പെണ്ണ് ഞാൻ കൊണ്ടുവന്നു വരാൻ നിനക്ക് തോന്നിയിട്ടുണ്ട്. നിനക്കെല്ലാം പഴയ പോലെ വേണമായിരുന്നു, എന്നെയും. അതിന് കോളനി സമരത്തിൽ തന്നെ പിന്തിരിപ്പിക്കണമായിരുന്നു. അത്രേ ഉണ്ടായതുള്ളൂ നിനക്ക്. പക്ഷേ രഘുവിൻ്റെ പ്ലാൻ അത് നിനക്ക് കത്തിയില്ല അല്ലേ?